അസ്സലാമു അലൈക്കും. പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം വഫാത്താനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഷേത്ത് ജനങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാനും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ജനങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ പലരും ആദം അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങളെ മറന്നു തുടങ്ങി. ഓരൊക്കെ ഭൂമിക്ക് മുൻഗണന കൊടുത്തു തുടങ്ങി. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അള്ളാഹു മറ്റൊരു ദൂതനെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് പ്രവാചകൻ ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്ദേഹം സത്യസന്ധനും അതുപോലെ ബുദ്ധിമാനുമായിരുന്നു. ഖുർആനിൽ മറിയം സൂറത്തിൽ പറയുന്നുണ്ട്, അവൻ സത്യവാനായ പ്രവാചകനായിരുന്നു, ഞങ്ങൾ അവനെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ ഇദ്രീസ് അലൈഹിസ്സലാം ബാബിലോൺ എന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ പോലെ തന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ തന്നെ മാത്രം ആരാധിച്ചു. അദ്ദേഹം ജനങ്ങളെ വീണ്ടും സത്യത്തിലേക്ക് വിളിച്ചു. പക്ഷെ ചിലവർ മാത്രം അനുസരിച്ചുള്ളൂ, ബാക്കി കുറെ ആൾക്കാർ നിരസിച്ചു. അങ്ങനെ വിശ്വാസികളെ സംരക്ഷിക്കാനും അതുപോലെ തന്റെ ദൗത്യം തുടരാൻ വേണ്ടിയിട്ടും ഇദ്രീസ് അലൈഹിസ്സലാം തന്റെ അനുയായികളെയും കൂട്ടി ബാബിലോണിൽ നിന്നും ഈജിപ്തിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു. നമസ്കാരം ചെയ്യുക, ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക, ദരിദ്രർക്ക് ദാനം കൊടുക്കുക, ഇവയൊക്കെ അദ്ദേഹം ജനങ്ങൾ പഠിപ്പിച്ചു. മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിയായിരുന്നു എന്ന്. അങ്ങനെ ഇദ്ദേഹമാണ് മനുഷ്യരിൽ ആദ്യമായി എഴുത്ത് കണ്ടുപിടിച്ചത്. ഇദ്ദേഹം ജനങ്ങളെ വായിപ്പിക്കാനും അളക്കാനും നക്ഷത്രങ്ങളെ മനസ്സിലാക്കാൻ ഒക്കെ പഠിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രസിദ്ധമായ മനോഹരമായ വാക്കുകളുണ്ട്. അതിലൊന്നാണ്, ഏറ്റവും സന്തോഷമുള്ള ജീവിതത്തിനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സന്തോഷത്തിനു വേണ്ടിയിട്ട് നമ്മൾ നന്മ ചെയ്യുക. 2, മറ്റുള്ളവരെ കണ്ടിട്ട് അസൂയപ്പെടാൻ പാടില്ല, കാരണം അവരുടെ സന്തോഷം വളരെ നേരം നിലനിൽക്കില്ല. 3, യഥാർത്ഥ സന്തോഷം ജ്ഞാനത്തിലും അതുപോലെ വിശ്വാസത്തിലുമാണുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.